സ്നേഹിതരെ, സദർശവാക്യ പുസ്തകത്തിൻ്റെ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം ഇന്ന് അല്പസമയം ഒരുമിച്ച് ധ്യാനിക്കുവാനായി സദർശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട്, ദുഷ്ടന്റെ ആദായത്തിലോ അനർത്ഥം. ഒരിക്കൽ കൂടി ആ സദൃശവാക്യം നമുക്ക് ശ്രദ്ധിക്കാം. നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട്, ദുഷ്ടന്റെ ആദായത്തിലോ അനർത്ഥം. രണ്ട് വീടുകൾ, നീതിമാന്റെ വീടും ദുഷ്ടന്റെ വീടും, അത് തമ്മിലുള്ള ഒരു തുലനമാണിവിടെ. നീതിമാന്റെ വീട്ടിലുള്ളത് നിക്ഷേപങ്ങളാണ്, വളരെ നിക്ഷേപങ്ങൾ. എന്നാൽ ദുഷ്ടൻ്റേതോ അത് ആദായമാണ്. ആ ആദായത്തിലോ വളരെ അനർത്ഥങ്ങളുമുണ്ട്. എന്താണ് ഈ സദൃശവാക്യത്തിലൂടെ ജ്ഞാനി തലമുറകൾക്ക് പകർന്നു നൽകുവാൻ ശ്രമിക്കുന്നതായിട്ടുള്ള അടിസ്ഥാന പാഠങ്ങൾ? നീതിയുടെ ഫലം നല്ല നിക്ഷേപങ്ങളാണ്. നീതിമാന്റെ വീട്ടിൽ ഉള്ള നിക്ഷേപങ്ങൾ എന്തെല്ലാമായിരിക്കും? ഒന്ന് ആത്മാർത്ഥമായി ആലോചിക്കുകയാണെങ്കിൽ, നീതിമാന്റെ വീട്ടിലെ നിക്ഷേപങ്ങളിൽ അടിസ്ഥാനപരമായി ഉള്ളത് നീതിയാണ്. നേരോടെ, നന്മയോടെ, ദൈവത്തിനും മനുഷ്യനും നിരക്കുന്ന രീതിയിൽ, സ്വീകാര്യമായ രീതിയിൽ, ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ നേടിയ നിക്ഷേപങ്ങൾ. ആ നിക്ഷേപങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസം. നീതിമാന്റെ വീട്ടിൻ്റെ പ്രത്യേകത സമാധാനമാണ്. പ്രയാസങ്ങൾ ഇല്ലാത്ത അവസ്ഥയല്ല, പ്രക്ഷുബ്ധതകൾ ഇല്ലാത്ത അവസ്ഥയല്ല. ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിനാൽ പ്രയാസങ്ങളുടെ മധ്യേയും പ്രക്ഷുബ്ധതകളുടെ മധ്യേയും പ്രതിസന്ധിയുടെ മധ്യേയും സമാധാനത്തോടെ വർത്തിക്കുവാൻ കഴിയുന്ന നീതിമാൻ. പ്രയാസങ്ങളിൽ കൂടെയിരിക്കുന്ന ഒരു ദൈവമുണ്ട്, വിടുതൽ നൽകുവാൻ ശക്തിയുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവ സാന്നിധ്യം കണ്ണുനീരിനെ ആഘോഷമാക്കി മാറ്റുവാൻ കഴിയുന്ന സാന്നിധ്യമാണ് എന്ന ബോധ്യത്തോടെ ലഭിക്കുന്ന ആഴമേറിയ ഒരു സമാധാനം. നീതിമാന്റെ വീട്ടിൻ്റെ നിക്ഷേപങ്ങളിൽ മറ്റൊന്ന് സ്നേഹമാണ്. ആ സ്നേഹത്തെ കാർന്ന് തിന്നുന്ന അനീതിയുടെ സ്വാധീനങ്ങൾ ഇല്ലാത്തൊരു വീട്. അവിടെ സമ്പത്തിൻ്റെ സമൃദ്ധിയേക്കാൾ ഉപരിയായി സ്നേഹത്തിൻ്റെ സമൃദ്ധി ഉണ്ടായിരിക്കുമെന്ന് വ്യക്തമായി നമുക്ക് പറയുവാനായിട്ട് കഴിയും. ജ്ഞാനത്തിൻ്റെ നിക്ഷേപ കേന്ദ്രമാണ് നീതിമാന്റെ വീട്. അവിടെ എപ്പോഴും സന്തോഷം അലതല്ലുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജീവിതത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം ശരിയായി ദൈവാശ്രയത്തോടെ സമഗ്രതയോടെ എടുക്കുന്ന നീതിമാൻ, അതുകൊണ്ട് തന്നെ അവൻ്റെ വീട്ടിൽ തൃപ്തി നിക്ഷേപമായി ഉണ്ടായിരിക്കും എന്ന് നമുക്ക് പറയുവാനാകും. ദയ ആ വീട്ടിൻ്റെ പര്യായമാണ്. ക്ഷമ ആ വീട്ടിൻ്റെ അടയാളമാണ്. മാനസികവും ശാരീരികവും വൈകാരികവുമായ ആരോഗ്യം ആ വീടിൻ്റെ അടയാളമാണ്. നീതിമാന്റെ വീട് ഐക്യത്താൽ അറിയപ്പെടുന്ന അനുഭവമാകും. പ്രത്യാശ ആ വീട്ടിൻ്റെ മുഖമുദ്രയായിരിക്കും. ദൈവ സാന്നിധ്യബോധം എന്നും നിലനിൽക്കുന്ന അനുഭവമായിരിക്കും. നീതിമാന്റെ വീട് അത് വളരെ നിക്ഷേപങ്ങളുള്ള ഒരു വീടാണ് എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ അധർമ്മത്തിലും ദുഷ്ടതയിലും അടിസ്ഥാനപ്പെട്ട ദുഷ്ടന്റെ ആദായം,
ആ ദുഷ്ടന്റെ ആദായത്തിൽ അനർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് ഞാനീ പറയുകയാണ്. സ്നേഹിതരെ, ആദായം ഉണ്ടാക്കുവാനായി ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കുന്ന ദുഷ്ടതയുടെ വ്യത്യസ്ത ഭാവങ്ങളെ, വ്യത്യസ്ത രൂപങ്ങളെ നാം കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിക്ഷേപങ്ങൾ കുമിഞ്ഞു കൂടുന്നത് അവർ കാണുന്നുണ്ടാകാം. നിക്ഷേപങ്ങളെ അടുക്കി വെച്ച് നിക്ഷേപങ്ങൾക്ക് കാവലിരിക്കുന്നവർ, അടയിരിക്കുന്നവർ ഒരു നാൾ പിടിക്കപ്പെടുമ്പോൾ, ഈ നിക്ഷേപങ്ങളെല്ലാം കണ്ടുകെട്ടപ്പെടുമ്പോൾ ചിലപ്പോഴെങ്കിലും തടവറകളിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നവർ. അതുകൊണ്ട് തന്നെ നീതിമാന്റെ വീട്ടിൽ നിക്ഷേപമുണ്ട് എന്ന് പറയുന്നത് പോലെ ദുഷ്ടന്റെ ആദായത്തിലെ അനർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്ന് അല്പം വിശകലനം ചെയ്യുന്നത് ജീവിതത്തിന് നല്ലതായിരിക്കും. ദുഷ്ടന്റെ വീട്ടിൽ എന്നും ആശങ്കയും പിരിമുറുക്കവുമാണ്. ശരിയായ മാർഗത്തിലൂടെ അല്ലാതെ നേടിയെടുത്തതായിട്ടുള്ള ധനം, ആ ധനം കണ്ടുപിടിക്കപ്പെടുമോ എന്ന ആശങ്ക, എത്ര നാൾ ഒളിച്ചു വയ്ക്കുവാൻ കഴിയും എന്ന ആശങ്ക, അത് എത്ര അർത്ഥവത്തായി വിനിയോഗിക്കുവാൻ കഴിയും എന്ന ആശങ്ക, ആ ആശങ്കയിൽ നിന്നും ഉരുത്തിരിയുന്ന പിരിമുറുക്കം ദുഷ്ടന്റെ ആദായത്തിൽ അടങ്ങിയിരിക്കുന്ന അനർത്ഥങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ദുഷ്ടതയോടെ നേടിയ ആദായത്തെ സംരക്ഷിക്കുവാനുള്ള ശ്രമത്തിൻ്റെ മധ്യേ ദുഷ്ടന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭയാശങ്കകൾ, ഭയവും ആശങ്കയും നിറഞ്ഞ അനുഭവങ്ങൾ, അത് ജീവിതത്തെ സ്വാധീനിക്കുന്നത് ഏതെല്ലാം തലങ്ങളിലാണ് എന്ന് പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല. ഭയത്തിന് വൈകാരികമായ ഒരു സ്വാധീനമുണ്ട്, മാനസികമായ ഒരു സ്വാധീനമുണ്ട്, ആത്മീയമായ ഒരു സാന്നിധ്യമുണ്ട്, സ്വാധീനമുണ്ട്. ഭയത്തിന് ശാരീരികമായ പ്രതിഫലനങ്ങളുണ്ട്. അധർമ്മത്തിലൂടെ ആദായം നേടുമ്പോൾ അത് ഭയചകിതമായ ജീവിതത്തിലേക്ക് വഴിതെളിക്കുന്നുവെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദുഷ്ടന്റെ ആദായത്തിലുള്ള മറ്റൊരു അനർത്ഥം അതിൻ്റെ താൽക്കാലികതയാണ്. സമൃദ്ധി, ആ സമൃദ്ധിയിലൂടെ നാം തേടുന്നു എന്ന് അല്ലെങ്കിൽ നേടുന്നു എന്ന് കരുതുന്നതായിട്ടുള്ള സന്തോഷം അതെപ്പോഴും താൽക്കാലികമായിരിക്കും. അത് ആസ്വദിക്കാൻ ആകാത്ത സംതൃപ്തിയാണ്. എത്ര സമ്പത്ത് തിന്മയുടെ വഴിയിലൂടെ നേടിയാലും മനുഷ്യ സഹജമായ മനസാക്ഷിക്കുത്ത് അതിനെ ആത്മാർത്ഥമായി ആസ്വദിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു. തൻ്റെ ജീവിതത്തിലെ ധാർമ്മിക അപജയമോർത്ത് ആരും അറിയാതെയെങ്കിലും അവൻ ദുഃഖിക്കുന്നു. അവൻ്റെ ആത്മീയ തലത്തിൽ അതുണ്ടാക്കുന്ന ശൂന്യതയും വേദനയും ആശങ്കയും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. പലപ്പോഴും അധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കുന്നവരുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ, ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അത് വർണ്ണനാതീതമാണ്. തകർന്ന ബന്ധങ്ങൾ അത് ഒരനർത്ഥമാണ്. ദുഷ്ടതയുടെ ആദായത്തിൽ പരിണിതഫലമായി ലഭിക്കുന്ന അനർത്ഥം. പലപ്പോഴും നഷ്ടപ്പെടുന്ന സത്തേരും നഷ്ടപ്പെടുന്ന പൈതൃകവും ഇത്തരുണത്തിൽ നാം കൂട്ടി വായിക്കേണ്ടതുമാണ്. ദുഷ്ടതയോടെ നേടുന്ന ആദായത്തിൻ്റെ മറ്റൊരു അനർത്ഥം എന്ന് പറയുന്നത് കുറ്റബോധമാണ്. ഗിൽറ്റ് ആൻഡ് ഷെയിം. കുറ്റബോധത്തിന് വ്യത്യസ്തങ്ങളായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാം. അത് ഉറക്കമില്ലായ്മയിലേക്ക് നയിക്കാം, അത് വൈകാരിക പ്രക്ഷുബ്ധതയിലേക്ക് നയിക്കാം, തുറന്നു കാട്ടപ്പെടും എന്നുള്ള ആശങ്കയിലേക്ക് നയിക്കാം,
സ്നേഹിതരിൽ നിന്നുള്ള അന്യവൽക്കരണത്തിലേക്ക് നയിക്കാം, ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രതിസന്ധികളിലേക്ക് നയിക്കാം, അത് ആത്മീയമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് നയിക്കാം, അത് ലജ്ജയിലേക്ക് നയിക്കാം, തലതാഴ്ത്തി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നയിക്കാം, ലജ്ജയിലൂടെ ഉരുത്തിരിയുന്നതായിട്ടുള്ള ഒരു വേദനാജനകമായ അവസ്ഥയിലേക്ക് വഴിതെളിക്കുകയും ചെയ്യാം. പലപ്പോഴും ദുഷ്ടതയോടെ നേടുന്ന ആദായത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചുള്ള ഭയം വർദ്ധിച്ച് ജീവിതങ്ങളിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നതും യാഥാർത്ഥ്യമാണ്. ദൈവാശ്രയമോ ദൈവഭയമോ ഇല്ലാതെ സമ്പത്ത് നേടുമ്പോഴും ഒരു നാൾ ദൈവ തിരുസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ് എന്ന നൈതികവും ധാർമ്മികവുമായ ഓർമ്മപ്പെടുത്തൽ ചിലരെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു. അത് അതൃപ്തിയിലേക്ക്, അഴുകുന്ന അവസ്ഥയിലേക്ക് വഴിതെളിക്കുന്നു. ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരുന്നു. സാമ്പത്തികമായ ആശ്രയം വയ്ക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ അർത്ഥശൂന്യതയിലേക്ക് അത് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ദുഷ്ടൻ അന്യായമായി നേടുന്ന ആദായത്തിൽ ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുവെന്ന്, അനർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുവെന്നും. ഈ സദൃശവാക്യം വീണ്ടും നാം ശ്രദ്ധിക്കുമ്പോൾ നീതിമാന്റെ നിക്ഷേപത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നാം ചിന്തിക്കണം. എങ്ങനെയാണ് നീതിമാൻ നിക്ഷേപമുണ്ടാക്കുന്നത്? ഏത് തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് നീതിയുടെ നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്? എന്താണ് ദുഷ്ടന്റെ ആദായം? ദുഷ്ടതയിലൂടെ ലഭിക്കുന്ന ആദായത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഇത് രണ്ടും ഈ സദൃശവാക്യവുമായി ചേർന്ന് ചിന്തിക്കേണ്ടുന്ന യാഥാർത്ഥ്യങ്ങളാണ്. നീതിയുടെ നിക്ഷേപത്തിൻ്റെ പ്രത്യേകതകൾ: ഒന്ന്, അത് കഠിനാധ്വാനത്തിലൂടെ, നേരായ മാർഗത്തിലൂടെ നേടിയ നിക്ഷേപങ്ങളാണ്. വീർപ്പൊഴുക്കി നേടിയ നിക്ഷേപങ്ങളാണ്. വളഞ്ഞ വഴികളല്ല, പറ്റിച്ചിട്ടല്ല, നേർവഴിയിൽ അധ്വാനത്തിലൂടെ നേടിയ നിക്ഷേപങ്ങൾ. നേരിൻ്റെയും നേർവഴിയുടെയും പാതയിൽ സഞ്ചരിക്കുമ്പോൾ ആ നിക്ഷേപങ്ങളെ നേടിയെടുക്കുന്നതിൽ ധാർമ്മികമായ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുള്ള പ്രവർത്തനം മാത്രം, നൈതികമായ ചോദ്യങ്ങൾക്ക് മനസാക്ഷിക്കൊത്ത മറുപടി പറയുവാൻ കഴിയുന്ന രീതിയിലുള്ള ധനസമ്പാദനം മാത്രം. നീതിമാന്റെ നിക്ഷേപത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഉത്തരവാദിത്വ ബോധമാണ്. കള്ളവും ചതിയും എള്ളോളമില്ലാത്ത, അഴിമതിയും അന്യായവും തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഒരു സമ്പാദന രീതിയെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിപ്പിക്കുന്നത്. ക്രയവിക്രയങ്ങളിലെ സുതാര്യത, ക്രയവിക്രയങ്ങളിലെ സമഗ്രത, ക്രയവിക്രയങ്ങളിലെ സത്യസന്ധത നീതിമാന്റെ നിക്ഷേപത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. ഉദാരമനസ്കനായ നീതിമാൻ തൻ്റെ ആദായത്തിൽ നിന്ന്, താൻ നേടുന്നതിൽ നിന്ന്, തൻ്റെ ലാഭത്തിൽ നിന്ന് എല്ലാം പൂഴ്ത്തിവെക്കുന്ന അനുഭവമല്ല, അത് പങ്കുവെക്കുന്ന അനുഭവമാണ്. അവൻ്റെ ഉദാരമനസ്കതയുടെ പ്രതീകമാണത്. നീതിമാന്റെ നിക്ഷേപത്തിൻ്റെ മറ്റൊരു പ്രത്യേകത തൃപ്തിയാണ്. പരസ്പര ബഹുമാനത്തിലൂടെ നേടുന്നതെന്തും നമ്മുടെ ജീവിതത്തിൽ തൃപ്തിയുടെ ഫലം നൽകും. ഒരു നാൾ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള ബോധ്യം ആദായം നേടുന്നത് ദുഷ്ടതയുടെ വഴികളിലാകാതിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. എന്താണ് ഈ അപകടങ്ങൾ? ദുഷ്ടന്റെ നിക്ഷേപത്തിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള അനർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്നുകൂടി നാം ചോദിക്കുമ്പോൾ അവിടെ അസന്തോഷം നിറഞ്ഞു നിൽക്കുന്നു. എത്രയൊക്കെ സ്വർണം നാം നേടിവെച്ചാലും, എത്രയൊക്കെ സമ്പത്ത് നാം നേടിയെടുത്താലും,
ദുഷ്ടതയുടെ മണമുള്ള ആ സമ്പത്ത് ആത്മാർത്ഥമായി ആസ്വദിക്കുവാൻ നമുക്കാവില്ല. രക്തത്തിൻ്റെ മണമുള്ള സമ്പത്ത് അനർത്ഥങ്ങൾ നിറഞ്ഞതാണ്. കണ്ണുനീരിൻ്റെ മണമുള്ള സമ്പത്ത് അത് അപകടം നിറഞ്ഞതാണ്. ഭയത്തിലേക്ക് നടത്തുന്ന അനുഭവം ന്യായവിധി എന്ന പരിണിത ഫലത്തിലേക്കും നയിക്കുന്നു. ന്യായവിധിയെക്കുറിച്ചുള്ള ആശങ്ക അത് ആത്യന്തികമായി ദൈവതിരുസന്നിധിയിൽ ന്യായവിധിയിൽ നിൽക്കേണ്ടി വരുമെന്നും ജീവിതത്തിൽ നമുക്ക് നൽകിയ അവസരങ്ങൾക്ക് ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള ബോധ്യത്തിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന അനുഭവമല്ല, മറിച്ച് മനുഷ്യന്റെ മുമ്പാകെയും ദൈവത്തിന്റെ മുമ്പാകെയും ഉത്തരവാദിത്വത്തോടെ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ് നമ്മുടെ ഓരോ പ്രവൃത്തികളും എന്ന ബോധ്യത്തിൽ നിന്ന് ഉണ്ടായ അനുഭവമാണ്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറയുന്നത് എത്ര അർത്ഥവത്താണ്. തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ ചെയ്ത എത്രയോ കുറ്റകൃത്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൂർമ്മബുദ്ധി കൊണ്ട് പിടിക്കപ്പെടുന്നു എന്നാം തിരിച്ചറിയുമ്പോഴാണ് ദുഷ്ടതയിലൂടെ നേടുന്നത് അനർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ആദായമാണ് എന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ദുഷ്ടതയിലൂടെ നേടുന്ന ആദായം ദുഷ്ടതയിലൂടെ നേടുന്ന പദവികളിലേക്ക്, ആഡംബരങ്ങളിലേക്ക്, ആകർഷണങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയേക്കാം. പക്ഷെ അതൊക്കെ താൽക്കാലികമാണെന്നും അതൊക്കെയും നഷ്ടപ്പെടുമെന്നും നാം തിരിച്ചറിയണം. ദുഷ്ടതയിലൂടെ നേടിയെടുക്കുന്നതിൻ്റെ നശ്വരതയും അതിൻ്റെ വ്യർത്ഥതയും നാം തിരിച്ചറിയണം എന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രായോഗികമായി നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദുഷ്ടന്റെ നിക്ഷേപം അത് നേടുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് ദുഷ്ടന്റെ നിക്ഷേപം എന്ന് പറയുന്ന നിക്ഷേപങ്ങൾ? നമുക്കറിയാവുന്ന ഉത്തരമാണെങ്കിലും നമ്മുടെ നിക്ഷേപങ്ങളെക്കുറിച്ച്, നമ്മുടെ സമ്പാദന രീതിയെക്കുറിച്ച് പുനർചിന്തനം ചെയ്യുവാൻ അത് നമ്മെ സഹായിക്കണം. ദുഷ്ടന്റെ നിക്ഷേപം കള്ളവും വഞ്ചനയും വക്രതയും നിറഞ്ഞ മാർഗങ്ങളിലൂടെ നേടിയതാണ്. അസത്യത്തിൻ്റെ പന്ഥാവിലൂടെ സഞ്ചരിച്ച് നേടിയതാണ് എന്ന് നാം തിരിച്ചറിയണം. ദുഷ്ടൻ സമ്പത്ത് നേടുന്നത് തൊഴിലാളി ചൂഷണത്തിലൂടെയാണ്. ലോകത്തിലെ അനവധി സഭകൾ, രാജ്യങ്ങൾ വേദനയോടെ തിരിച്ചറിയുന്നത് അടിമക്കച്ചവടം നിലനിന്നിരുന്ന കാലഘട്ടത്തിന് വേണ്ടിയാണ്. സ്വന്തം ലാഭത്തിനു വേണ്ടി മനുഷ്യരെ വിൽപ്പന ചരക്കുകളാക്കുവാൻ മടിയില്ലായിരുന്ന ദുഷ്ടത അവരുടെ വേരുകളിൽ നിന്ന്, അവരുടെ രാജ്യങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത് വിദേശ രാജ്യങ്ങളിലെ വെറും തൊഴിലാളികളാക്കി മാറ്റിയ ദുഷ്ടത കാലക്രമത്തിൽ അടിമത്വം അവസാനിപ്പിച്ചിട്ടും ചെന്നുപെട്ട രാജ്യങ്ങളിൽ പെട്ടുപോയ മനുഷ്യരുടെ കണ്ണുനീരിൻ്റെ അവസ്ഥ, അവർ നൂറ്റാണ്ടുകൾക്കിപ്പുറം അവരുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകണം എന്നാഹ്വാനം ചെയ്യുന്ന ദുഷ്ടത, തൊഴിലാളി ചൂഷണത്തിൻ്റെ എത്രയോ വ്യത്യസ്ത ഭാവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. കടഭാരത്തിൽ ജീവിക്കുന്നവരുടെ ജീവിതങ്ങളെ ഇരുട്ടിലാക്കുന്ന എത്രയോ വേദനിപ്പിക്കുന്ന പലിശ കണക്കുകൾ, സൗജന്യ തൊഴിൽ കണക്കുകൾ നമ്മുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ദുഷ്ടന്റെ നിക്ഷേപത്തിൽ അനർത്ഥമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തൽ. ദുഷ്ടൻ ആദായം നേടുന്നത് കൈക്കൂലിയുടെയും അഴിമതിയുടെയും കറപുരണ്ട വഴികളിലൂടെയാണ്. അത് ദരിദ്രരെ ചൂഷണം ചെയ്തുകൊണ്ടുള്ളതാണ്. എല്ലാവർക്കും ആവശ്യത്തിനുള്ളതുണ്ട്. എന്നാൽ ചിലർ അത്യാവശ്യം മറന്ന് ദുരാഗ്രഹികളാകുമ്പോഴോ മറ്റു ചിലരുടെ അത്യാവശ്യങ്ങൾക്ക് പോലും ഒന്നും ഇല്ലാത്തതായി മാറുന്ന അവസ്ഥ മോഷണത്തിൻ്റെയും
കവർച്ചയുടെ മാർഗങ്ങൾ, നമ്മുടെ ചുറ്റും വർദ്ധിച്ചു വരുന്ന, അതിൻ്റെ രൂപവും ഭാവവും മാറി വരുന്ന അവസ്ഥ, സൈബർ മോഷണങ്ങളെക്കുറിച്ച്, കുറ്റകൃത്യങ്ങളെക്കുറിച്ച് എത്രയോ പുതിയ ഉൾക്കാഴ്ചകളാണ് ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രീതിശാസ്ത്രം, സമ്പത്ത് നേടുന്നതിൻ്റെ രീതിശാസ്ത്രം, അത് ന്യായം വിട്ട് നീതി ലംഘിച്ച് ചെയ്യുമ്പോഴോ നേർവഴിയിലെ കരാറുകൾ, അതിനു പകരം പിൻവഴി കരാറുകളും നേർവഴി കരാറുകളുടെ ലംഘനങ്ങളും ഇന്ന് നമുക്ക് ചുറ്റും എത്രയോ യാഥാർത്ഥ്യങ്ങളായിത്തീരുന്നത് നാം തിരിച്ചറിയുന്നു. ചിലർ സമ്പത്ത് നേടാൻ ശ്രമിക്കുന്നത് ചൂതാട്ടത്തിലൂടെയാണ്. ചിലർ ലഹരി മാഫിയകളുടെ അടിമകളായിക്കൊണ്ടാണ്. സമ്പത്ത് നേടാൻ വേണ്ടി വീഴ്ചയുടെ ഏതറ്റവും പോകുവാൻ തയ്യാറാകുന്ന തലമുറകളുടെ യാഥാർത്ഥ്യങ്ങളും നാം തിരിച്ചറിയണം. അനുചിതമായ ലോഭത്വത്തിലൂടെ സമ്പത്ത് നേരിടുവാൻ ശ്രമിക്കുന്നവർ, ദൈവപ്രമാണങ്ങളെയോ ദൈവമാർഗങ്ങളെയോ മാനിക്കാതെ സമ്പത്ത് നേടുവാൻ ശ്രമിക്കുന്നവർ, അങ്ങനെ ദുഷ്ടന്റെ ആദായം വരുന്ന വഴികൾ അനവധിയാണ്. ആ ആദായത്തിലെ അനർത്ഥങ്ങൾ അനവധിയാണ്. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, അതുകൊണ്ട് തന്നെ നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള ഒരു തുലനമായി മാറുമ്പോൾ നമ്മുടെ ആദായങ്ങൾ, നമ്മുടെ നിക്ഷേപങ്ങൾ, അത് നീതിയുടെ വഴികളിലൂടെ തന്നെയാണോ ലഭിക്കുന്നത്, അല്ല ദുഷ്ടതയുടെ കറപുരണ്ട വഴികളിലൂടെയാണോ എന്ന് വിശകലനം ചെയ്യുവാൻ നമുക്കാകണം. അതൊരു വ്യക്തിയുടെ തന്നെ അനുഭവമല്ല. ലോക സാമ്പത്തിക ക്രമങ്ങളുടെ ക്രയവിക്രയങ്ങളിൽ നേരിൻ്റെയും സത്യത്തിൻ്റെയും യാഥാർത്ഥ്യത്തെ എത്രമാത്രം കാണുവാൻ നമുക്കാകുന്നു എന്നത് സമഗ്രമായി ചിന്തിക്കുവാനും, ലോക സമ്പദ് വ്യവസ്ഥ, സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നീതിയുടേതായി തീരുവാൻ, അത് തുല്യതയോടെ വിഭവങ്ങളെ വിനിയോഗിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് വഴിതെളിക്കുവാൻ കഴിയുമാറ് വിപ്ലവാത്മകരമായ മാറ്റങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സദൃശവാക്യമായി ഈ സദൃശവാക്യം മാറുന്നു. നിക്ഷേപമെന്നും ആദായമെന്നും രണ്ട് വാക്കുകൾ, അതിൻ്റെ അർത്ഥതലങ്ങൾ വ്യത്യസ്തമായിരിക്കാം. പക്ഷേ നീതിമാന്റെ നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് സമ്പത്ത് മാത്രമല്ല. നീതിമാന്റെ നിക്ഷേപം എന്ന് പറയുന്നത് സമാധാനപൂരിതമായ ജീവിതമാണ്. ഒരുപടി കടന്ന് നീതിമാൻ നിക്ഷേപിക്കുന്നത് ജീവിതങ്ങളിലാണ്. നീതിമാൻ നിക്ഷേപിക്കുന്നത് ബന്ധങ്ങളിലാണ്. അതുകൊണ്ട് തന്നെയാണ് നീതിമാന്റെ വീട്ടിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബന്ധങ്ങളിൽ നിക്ഷേപിക്കുന്നവൻ, നീതിയിൽ നിക്ഷേപിക്കുന്നവൻ, സത്യത്തിൽ നിക്ഷേപിക്കുന്നവൻ, ജീവനിൽ നിക്ഷേപിക്കുന്നവൻ, അവൻ്റെ നിക്ഷേപങ്ങളുടെ അവഗാഹമായ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടപ്പെടുകയാണ് അവിടെ. നീതിമാന്റെ നിക്ഷേപം പലപ്പോഴും തേടിച്ചെല്ലുന്നത് വേദനിക്കുന്നവരിലാണ്. നീതിമാന്റെ വീട്ടിൻ്റെ ഒരു പ്രത്യേകത അത് തുറന്ന വീടാണ് എന്നുള്ളതാണ്. അവിടെ ഓടിയണഞ്ഞ് വാതിലിൽ മുട്ടിയാൽ ആ വാതിൽ തുറക്കപ്പെടുമെന്ന്, അവിടെ പട്ടിണിയുടെ അനുഭവം ഉണ്ട് എന്നറിഞ്ഞാൽ അരി ആഹാരം ലഭിക്കുമെന്നുള്ള ബോധ്യമാണ് നീതിയിൽ നിക്ഷേപിക്കപ്പെടുന്ന നീതിമാന്റെ വീട്ടിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് നാം കാണുന്നത്. എന്നാൽ ദുഷ്ടന്റെ ആദായം അത് അനർഹമായ രീതിയിൽ നേടിയതാണ്. ഒരു വ്യക്തി ആ വ്യക്തിയുടെ അധ്വാന ഫലമായി ലഭിക്കേണ്ടുന്ന ഒരാദായമുണ്ട്.
എന്നാൽ ദുഷ്ടതയുടെ ആദായം അത് അനർഹമായി, അനധികൃതമായി നേടുന്ന ആദായമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൽ നശ്വരതയും നൈമിഷികതയും ചേർത്ത് നമുക്ക് ലഭിക്കുന്നത്. ദുഷ്ടന്റെ ആദായം അന്യായത്തിൻ്റെയും അഴിമതിയുടെയും രീതിയിൽ നേടിയതാണ്. ന്യായത്തിൻ്റെ പന്ഥാവ് വിട്ട്, ന്യായം വരച്ചു കാട്ടിയ അതിർവരമ്പുകൾ വിട്ട്, ന്യായം വരച്ചു കാട്ടിയ പ്രതീക്ഷകൾ വിട്ട്, ദൈവത്തെ മറന്ന്, ദൈവത്തിൽ നിന്നകന്ന് ജീവിക്കുന്ന അവസ്ഥ. ദുഷ്ടന്റെ ആദായം അതിർവരമ്പുകൾ താണ്ടിപ്പോകുന്ന അനുഭവമാണ്. കർത്താവായ യേശുക്രിസ്തു നിക്ഷേപങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു, പുഴുവും തുരുമ്പും കെടുക്കാത്തതും കള്ളന്മാർ കടന്ന് മോഷ്ടിക്കാത്തതുമായ ഉയരങ്ങളിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വരൂപിപ്പിൻ. കള്ളന്മാർ കൊണ്ടുപോകുന്ന നൈമിഷികമായ ഇടങ്ങളിലല്ല, നിത്യതയിൽ നിക്ഷേപങ്ങളെ സ്വരൂപിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് ഇവിടെ ഓർക്കേണ്ടതാണ്. കർത്താവിൻ്റെ വീട്, യേശുവിൻ്റെ വീട്, അങ്ങനൊരു വീട് ഉണ്ടായിരുന്നെങ്കിൽ ആ വീട് വളരെയധികം ത്യാഗം സഹിച്ച ഒരു വീടായിരുന്നു. യേശുവിൻ്റെ കൂട്ടുകാരുടെ വീടുകൾ അനേകരുടെ ജീവിതത്തിന് അത്താണിയായ ഇടങ്ങളായിരുന്നു. നീതിമാന്റെ വീട് സൗഖ്യത്തിൻ്റെ വീടായിരുന്നു. നീതിമാന്റെ വീട് പ്രതീക്ഷയുടെ വീടായിരുന്നു. നീതിമാന്റെ വീട് പുതുസ്വപ്നങ്ങളുടെ വീടായിരുന്നു. നീതിമാന്റെ വീട് അത് ആഘോഷത്തിൻ്റെ വീടായിരുന്നു. നീതിമാന്റെ വീട് അത് സ്വീകാര്യതയുടെ വീടാണ്. നീതിമാന്റെ വീട് ആരെയും മാറ്റി നിർത്താത്ത വീടാണ്. എന്നാൽ ദുഷ്ടനോ എല്ലാവരിൽ നിന്നും മാറി നിൽക്കുവാനുള്ള ശ്രമത്തിൽ, എല്ലാവരെയും അകറ്റി നിർത്തുവാനുള്ള ശ്രമത്തിൽ, അന്യവൽക്കരിക്കുവാനുള്ള ശ്രമത്തിൽ ഏകാന്തതയിൽ, സ്വാർത്ഥതയുടെ ചളയ്ക്കപ്പെട്ട ഒരു വീടാണ്. അവഗാഹമായ അർത്ഥതലങ്ങളുള്ള സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട്, ദുഷ്ടന്റെ ആദായത്തിലോ അനർത്ഥം. സർവത്തിൻ്റെയും ഉറവിടമായ സ്വർഗീയ ദൈവം ജ്ഞാനത്തിൻ്റെ സ്രോതസ്സായ തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ സദൃശവാക്യത്തിൻ്റെ പൊരുൾ ഗ്രഹിപ്പാൻ എനിക്കും നിങ്ങൾക്കും വിനയവും വിവേകവും ഏകട്ടെ. സദൃശവാക്യം 15:6. നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട്, ദുഷ്ടന്മാരുടെ ആദായത്തിലോ അനർത്ഥം.